ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു പാഷൻ ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 4 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ജാറിലേക്ക് തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് അടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി, കുരു ഒരുപാടൊന്നും അരിഞ്ഞു പോകണ്ട, ഇതുപോലെ എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. കേക്ക് ടിന്നിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തും സൈഡിലും നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് വയ്ക്കുന്നത്. കേക്ക് ഇത് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പാഷൻ ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കൊണ്ട് കേക്ക് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പുളിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.